ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അത് ഈ ഉച്ച സമയത്തൊക്കെ നമുക്ക് ചൂടല്ലേ, ഇപ്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന എന്നാൽ അത് ആരോഗ്യപ്രദവുമാണ്. ആ ജ്യൂസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കുരു കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഇതെടുക്കാം, മാംസം ഭാഗം എടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. നെല്ലിക്കയുടെ കുരുവൊക്കെ അരിഞ്ഞ് കളയേണ്ടത്. ഇതാണെങ്കിൽ ഷുഗർ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. പിന്നെ വീട്ടിലുള്ള മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും കുടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും എല്ലാം ഏറ്റവും അത്യുത്തമമായ നല്ല ഒരു ജ്യൂസാണിത്. ഹെൽത്തിയാണ്, നമ്മുടെ ആരോഗ്യത്തിന് എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ട്. പിന്നെ പുതിനയില ഒരു ഇച്ചിരി ഇടണം, അതും ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി ഇഞ്ചിയും കൂടെ കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞ് ഇടാം. ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി കൂടിട്ട് ഇത് അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മളിത് അരച്ചോണ്ട് വന്നു. അത് ഇനി അരിച്ചെടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ. അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നത് ജ്യൂസ് നമ്മളതിൻ്റെ കൊന്തെല്ലാം മാറ്റി അതിൻ്റെ നീര് മാത്രം എടുത്ത് ഇത് എല്ലാ രോഗികൾക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അങ്ങനെ നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കാം. അങ്ങനെ നമ്മൾ ഇത് അരിച്ചെടുത്ത ജ്യൂസാണിത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം അത്യുത്തമമായ നല്ല ഒരു ജ്യൂസാണ്. അപ്പോഴ് ഈ ജ്യൂസ് നല്ല ജ്യൂസാണ്. ഞാൻ കുടിച്ചു നോക്കി, നല്ല രുചിയുണ്ട്. നല്ല നമ്മുടെ ആരോഗ്യത്തിന് അത്യുത്തമമായ നല്ല ഒരു ജ്യൂസാണ്. പിന്നെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കണം, എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞത് ഉള്ളയാണോ കള്ളമാണോ എന്ന് അറിയാമല്ലോ. അന്നേരം ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ജ്യൂസാണ് ഇത്. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റ് ഇടണം, ലൈക്ക് തരണം, സബ്സ്ക്രൈബ് തരണം. ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതാന്ന് പറയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ബായ്.